ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഗാംഭീര്യമുള്ള കൊടുമുടികൾ, കണ്ണാടി പോലെ തെളിഞ്ഞ തടാകങ്ങൾ, മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ, കനേഡിയൻ റോക്കീസ് മൗണ്ടൻസിൻ്റെയും കനേഡിയൻ പ്രയറീസ് എന്നറിയപ്പെടുന്ന വിശാലമായ പുൽമേടുകളുടെയും സംഗമസ്ഥലം, യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളിലൊന്ന്. Join us as we explore the beautiful Waterton National Park. എഡ്മണ്ടനിൽ നിന്നും ഏതാണ്ട് 600 കിലോമീറ്റേഴ്സ് ദൂരമുണ്ട് വാട്ടർടണിലേക്ക്. കനേഡിയൻ പ്രോവിൻസായ ആൽബർട്ടയുടെ തെക്കേ അറ്റത്ത് അമേരിക്കൻ ബോർഡറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കാണ് വാട്ടർടൺ നാഷണൽ പാർക്ക്. അങ്ങോട്ടേക്കുള്ള ഈ യാത്രയിൽ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ മിഥുനും വൈഫ് അലീനയും ഞങ്ങളോടൊപ്പം ഉണ്ട്. കനേഡിയൻ പ്രയറീസിൻ്റെ മനോഹാരിത നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഡ്രൈവാണിത്. സിറ്റിയുടെ തിരക്കൊക്കെ പിന്നിട്ടാൽ പിന്നെ കൃഷിയിടങ്ങളുടെയും പുൽമേടുകളുടെയും നടുവിലൂടെയാണ് ഇങ്ങോട്ടേക്കുള്ള ഹൈവേ കടന്നു പോകുന്നത്. ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് 2 മണിയോടെ ഞങ്ങൾ വാട്ടർടണിലെ ഞങ്ങളുടെ താമസ സ്ഥലത്തെത്തി. സാധാരണ ചെയ്യാറുള്ളതുപോലെ ഹോട്ടലോ എയർബിഎൻബി ഒന്നുമല്ല. ഇത്തവണ ഒരു ക്യാമ്പ് ഗ്രൗണ്ടാണ് ഞങ്ങളിവിടെ താമസത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വാട്ടർടണിലെ ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ക്യാമ്പ് സൈറ്റിൽ ഞങ്ങളൊരു ട്രെയിലറിലാണ് ഇനിയുള്ള 2 ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ട്രെയിലർ ഞങ്ങൾ ബുക്ക് ചെയ്തു. അപ്പോൾ ഈ ട്രെയിലറിൻ്റെ ഓണേഴ്സ് ഞങ്ങൾക്ക് ഇവിടെ ഈ സൈറ്റിൽ ഡെലിവറി ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടോ ചെയ്ത് കൊണ്ടുവന്നതല്ല. അപ്പോൾ ഞങ്ങൾ എത്തിയ സമയത്ത് തന്നെ അവരിവിടെ എത്തി. അപ്പോൾ ഇത് സെറ്റപ്പ് ചെയ്ത് തന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വാക്ക് ത്രൂ ചെയ്തു. അപ്പോൾ നമ്മളിനി നെക്സ്റ്റ് 2 ദിവസം നമ്മൾ ഇതിനകത്താണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഏതാണ്ട് 6-7 പേർക്ക് ഇതിനകത്ത് താമസിക്കാൻ പറ്റുന്നൊരു RV ആണ്. ഒരു ഡബിൾ ബെഡുണ്ട്, 2 ബങ്ക് ബെഡുണ്ട്, പിന്നെ അതല്ലാണ്ട് ഡൈനിങ് ഏരിയ കൺവേർട്ട് ചെയ്ത് അവിടെ വേണമെങ്കിൽ 2 പേർക്ക് കിടക്കാവുന്നതാണ്. പിന്നെ ഒരു കൗച്ചുണ്ട്, ഒരു ലിവിങ് സ്പേസ്, കിച്ചൺ, അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ പുറത്ത് ഇവിടെ ചെറിയ മഴ പെയ്യുന്നുണ്ട്. മൊത്തത്തിലൊരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചതൊക്കെ ട്രെയിലറിനകത്തു നിന്ന് തന്നെയാണ്. ഞങ്ങൾ ഫുഡൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ ഇതിനകത്തുള്ള സ്റ്റൗവിൽ ഞങ്ങൾ ചൂടൊക്കെ ആക്കി കഴിച്ചു. അപ്പോൾ ഇപ്പോൾ വെതർ ഇച്ചിരി ബെറ്ററായി വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇനി ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളായിട്ട് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി. പിന്നെയുള്ള നെക്സ്റ്റ് 2 ഡേയ്സ് ഞങ്ങൾ വാട്ടർടൺ തന്നെ ഉണ്ടാവും. ഇവിടെ കുറേ സ്ഥലങ്ങൾ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഹോപ്പ്ഫുള്ളി ദ വെതർ സ്റ്റേസ് ഗുഡ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ മഴയൊക്കെ മാറി ഉച്ചയ്ക്ക് ശേഷം നല്ല കാലാവസ്ഥയായിരുന്നു. വാട്ടർടണിലെ ലേക്സും മൗണ്ടൻസും ഒക്കെ പോലെ തന്നെ വളരെ മനോഹരമാണ് വാട്ടർടൺ വില്ലേജ്. ചെറിയ ഗിഫ്റ്റ് ഷോപ്സും ഹോട്ടൽസും കഫേകളും ഒക്കെയുള്ള ഒരു ചെറിയ ടൗണാണിത്. സമ്മറിൽ വളരെ തിരക്കുള്ള ഇവിടം നവംബർ മുതൽ ഏപ്രിൽ വരെയുള്ള വിൻ്റർ ഓഫ് സീസണിൽ പൊതുവെ ശാന്തമാണ്. 2021 സെൻസസ് പ്രകാരം വെറും 135 പേരാണ് ഇവിടെ എല്ലാ സീസണിലും താമസിക്കുന്ന സ്ഥിര താമസക്കാരായി ഉള്ളത്. ഞങ്ങളിപ്പോൾ ഒരു ട്രെയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ബെയർഹം ട്രെയിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഏതാണ്ട് 2 കിലോമീറ്റർ നീളം ഉള്ളൊരു ട്രെയിലാണിത്. ഈ ട്രെയിലിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. വാട്ടർടൺ ടൗണിൻ്റെ വളരെ ഭംഗിയുള്ള വ്യൂ അവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വാട്ടർടണിലെ ഫേമസ് ആയ ട്രെയിൽസിലൊന്നാണ് ബെയർസ് ഹംപ് ട്രെയിൽ. ഒത്തിരി ദൂരമില്ലെങ്കിലും അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള ഒരു ഹൈക്കിംഗ് ട്രെയിലാണിത്. 2017 വളരെ ശക്തമായ ഒരു കാട്ടുതീക്ക് ഇരയായതായിരുന്നു വാട്ടർടൺ. അത് ഇവിടുത്തെ ഏതാണ്ട് 80% ഹൈക്കിംഗ് ട്രെയിൽസിനെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ വൈൽഡ് ഫയറിൽ അഗ്നിക്കിരയായ മരങ്ങളുടെ അവശേഷിപ്പുകൾ ഈ ട്രെയിലിലും കാണാം. ഏതാണ്ട് 1.5 മണിക്കൂർ കൊണ്ട് ഈ ട്രെയിലിൻ്റെ ഏറ്റവും മുകളിലത്തെ വ്യൂ പോയിന്റിൽ ഞങ്ങളെത്തി. വാട്ടർടണിലെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസായ പ്രിൻസ് ഓഫ് വെയിൽസ് ഹോട്ടലിൻ്റെയും വാട്ടർടൺ ലേക്സിൻ്റെയും മൗണ്ടൻസിൻ്റെയും ഒക്കെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ ഞങ്ങളെ കാത്തിരുന്നത്. ഏതാണ്ട് 1/2 മണിക്കൂറോളം ഈ വ്യൂ പോയിന്റിൽ ചിലവിട്ട ശേഷമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിയത്.
വാട്ടർടൺ വില്ലേജിൻ്റെ വളരെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ വാട്ടർഫോളാണ് കാമറോൺ ഫാൾസ്. താരതമ്യേന ചെറുതാണെങ്കിലും വളരെ ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടമാണിത്. ഇതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ചെറിയ ട്രെയിൽ ഹൈക്കൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരുന്നു. അല്പനേരം വാട്ടർടൺ ലേക്കിൻ്റെ തീരത്ത് ചിലവിട്ട ശേഷം ഞങ്ങൾ ക്യാമ്പ് ഗ്രൗണ്ടിലേക്ക് തിരിച്ചു. ലോങ് ഡ്രൈവിൻ്റെയും ഹൈക്കിങ്ങിൻ്റെയും ഒക്കെ ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് ക്യാമ്പ് ഗ്രൗണ്ടിലെത്തി അധികം വൈകാതെ തന്നെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഉറക്കമായി. അപ്പോൾ വാട്ടർടണിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസം ഇവിടെ തുടങ്ങുകയാണ്. നല്ല രസമുള്ളൊരു മോർണിംഗ് ആണ്. ചെറിയ തണുപ്പും നല്ല ഇളം വെയിലും ഒക്കെ ഉള്ള നല്ലൊരു മോർണിംഗ് ആണ്. അപ്പോൾ ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. രാവിലെ ഒരു ഡ്രൈവൊക്കെ പോകാമെന്നുള്ള പ്ലാനാണ്. അതിനുശേഷം ഇന്നും 1-2 ഹൈക്കൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വാട്ടർടണിലെ വളരെ മനോഹരമായ ഒരു മൗണ്ടൻ റോഡാണ് അക്കാമിന പാർക്ക് വേ. വളരെ മനോഹരമായ ഒരു ഡ്രൈവാണിത്. 2017 കാട്ടുതീയിൽ കരിഞ്ഞുപോയ ധാരാളം മരങ്ങൾ ഈ റോഡിൻ്റെ വശങ്ങളിലായി ഇന്നും നിൽപ്പുണ്ട്. അതിൻ്റെ മുകളിൽ രാവിലത്തെ കോടമഞ്ഞും താഴെ പൂത്തു നിൽക്കുന്ന പിങ്ക് നിറത്തിലുള്ള ഫയർവീഡ് പൂക്കളും ഒക്കെയായി മനോഹരമായൊരു കാഴ്ചയാണത്. പടിഞ്ഞാറൻ കാനഡയിലെ ആദ്യത്തെ എണ്ണക്കിണർ സ്ഥിതി ചെയ്യുന്നത് ഈ വഴിക്കാണ്. 1902 ഈ എണ്ണക്കിണറിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഏതാണ്ട് 3 വർഷം മാത്രമേ ഇവിടുന്ന് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എങ്കിലും വെസ്റ്റേൺ കാനഡയിലെ ഓയിൽ ഹണ്ടിൻ്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. 1965 ഇവിടം ഒരു നാഷണൽ ഹിസ്റ്റോറിക് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഓയിൽ എക്സ്ട്രാക്ഷനായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളുടെ അവശിഷ്ടങ്ങളും ത്രികോണാകൃതിയിലുള്ള ഒരു മോണ്യുമെൻറ്റും ഇന്ന് ഇവിടെ കാണാം. മനോഹരമായ ധാരാളം ഹൈക്കിംഗ് ട്രെയിൽസിന് പ്രസിദ്ധമാണ് വാട്ടർടൺ നാഷണൽ പാർക്ക്. അതിലൊന്നാണ് ബ്ലാക്കിസ്റ്റൺ ഫാൾസ് ഹൈക്ക്. ഏതാണ്ട് 2.5 കിലോമീറ്റർ ദൂരമുള്ള അത്ര ഡിഫിക്കൽട്ട് അല്ലാത്ത ഒരു ഹൈക്കാണിത്. അതുകൊണ്ട് തന്നെ വാട്ടർടണിലെ പോപ്പുലർ ആയിട്ടുള്ള ട്രെയിൽസിലൊന്നുകൂടിയാണിത്. വാട്ടർടണിൽ ഞങ്ങൾ ആദ്യമായിട്ട് ഒരു കരടിയെ കാണുന്നതും ഈ ഹൈക്കിനിടെയാണ്. ഈ ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മുകളിലെത്തുമ്പോൾ ബ്ലാക്കിസ്റ്റൺ ഫോൾസിൻ്റെ മനോഹരമായ വ്യൂ ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. വനത്തിൻ്റെ ഉള്ളിൽ പാറകൾക്കിടയിലുള്ള ഈ വെള്ളച്ചാട്ടത്തിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ 2 വ്യൂയിങ് പ്ലാറ്റ്ഫോംസും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1/2 മണിക്കൂറോളം ഇവിടെ ചിലവിട്ട ശേഷം ഞങ്ങൾ ഇവിടുന്ന് മടങ്ങി. ബ്ലാക്കിസ്റ്റൺ ഫോൾസ് ഹൈക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു മനോഹരമായ അട്രാക്ഷനാണ് റെഡ് റോക്ക് കാനിയൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ചുവന്ന നിറത്തിലുള്ള പാറകളുള്ള ഒരു മലയുടെ തട്ട്. ഒരുപക്ഷെ വാട്ടർടണിലെ അട്രാക്ഷൻസിൽ ഏറ്റവും ഫേമസ് ആയത് ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ സാമാന്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലവും കൂടിയാണ്. ആർജിലൈറ്റ് എന്നറിയപ്പെടുന്ന ഒരുതരം പാറകളാണ്. ഇതിലുള്ള അയൺ കണ്ടന്റാണ് ഇവയ്ക്ക് ഈ ചുവന്ന നിറം നൽകുന്നത്. 1500 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് കടലിൻ്റെ അടുത്തിട്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ എന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ. മണിക്കൂറുകളോളം ചിലവിടാവുന്ന ഒരു മനോഹരമായ സ്ഥലമാണിതെങ്കിലും വെയിലിൻ്റെ കാഠിന്യം കൂടി വന്നതുകൊണ്ട് ഏതാണ്ട് 1 മണിക്കൂറോളം ചിലവിട്ട ശേഷം ഞങ്ങൾ ഇവിടെ മാറി. വാട്ടർടൺ ലേക്കിലൂടെയുള്ള ഒരു ബോട്ട് യാത്ര ചെയ്താണ് അന്ന് വൈകുന്നേരം ഞങ്ങൾ സമയം ചിലവിട്ടത്. 1.5 മണിക്കൂറും 2.25 മണിക്കൂറും ദൈർഘ്യമുള്ള 2 ക്രൂസ് ഓപ്ഷൻസാണ് ഇവിടെയുള്ളത്. ഇതിൽ 2.25 മണിക്കൂർ ഓപ്ഷനാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്.
US ബോർഡറിൽ ഇറങ്ങാനും അവിടെ ഏതാണ്ട് അരമണിക്കൂറോളം ചിലവിടാനും കഴിയുമെന്നതാണ് ഈ ഓപ്ഷൻ്റെ പ്രത്യേകത. യാത്രയിലുടനീളം ഈ സ്ഥലത്തിൻ്റെ ചരിത്രവും പ്രത്യേകതകളും ബോട്ടിലെ ഗൈഡ് ഉച്ചഭാഷണിയിലൂടെ പറയുന്നുണ്ടായിരുന്നു. ധാരാളം വന്യജീവികളെ ഈ ബോട്ടിങ്ങിനിടെ കാണാൻ സാധിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ ചില പക്ഷികൾ ഒഴികെ കാര്യമായ വൈൽഡ് ലൈഫ് സ്പോട്ടിംഗ് ഒന്നും ഈ ബോട്ടിങ്ങിനിടെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ മലകളിൽ ഒരു നേർരേഖ പോലെ മരങ്ങൾ വെട്ടിമാറ്റി ഉണ്ടാക്കിയ ഈ കാണുന്ന വിടവാണ് ഇവിടുത്തെ US-കാനഡ ബോർഡർ. ലോകത്തിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ പീസ് പാർക്കാണ് വാട്ടർടൺ നാഷണൽ പാർക്ക്. അത് അന്വർത്ഥമാക്കുന്ന ഒരു ബോർഡർ തന്നെയാണിത്. ഏതാണ്ട് 3/4 മണിക്കൂറോളം യാത്ര ചെയ്ത് ഞങ്ങൾ ഗോഡ് ഹോണ്ട് ലാൻഡിംഗ് എന്ന സ്ഥലത്തെത്തി. അമേരിക്കൻ സൈഡിലുള്ള ഒരു റേഞ്ചർ സ്റ്റേഷനാണിത്. ഞങ്ങളുടെ ബോട്ടിലുണ്ടായിരുന്ന ഏകദേശം എല്ലാവരും ഹൈക്കിങ്ങിനായി ഈ സമയം ചിലവിടുകയായിരുന്നു. എന്നാൽ വെള്ളത്തിൽ കളിച്ച് ഒരിക്കലും മതിയാവാത്ത ഞങ്ങളുടെ 2 വയസ്സുകാരൻ കാരണം ഈ സമയമൊക്കെയും ഞങ്ങൾ ഈ ലേക്കിൻ്റെ തീരത്ത് തന്നെ ചിലവിട്ടു. തെളിഞ്ഞ വെള്ളവും അടിത്തട്ടിലെ പല നിറത്തിലുള്ള ചെറിയ കല്ലുകളും ബാക്ക്ഗ്രൗണ്ടിലെ മലകളുമൊക്കെയായി ഒരുപക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മനോഹരവും കളർഫുള്ളും പീസ്ഫുള്ളുമായ ഒരു ലേക്ക് തന്നെയായിരിക്കും ഇത്. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിയെത്തിയപ്പോഴത്തേക്കും സന്ധ്യയായിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്നാണ് വാട്ടർടണിലെ ഞങ്ങളുടെ 2ാമത്തെ പകലും കടന്നുപോയത്. വാട്ടർടണിലെ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്ക് എന്ന് തന്നെ പറയാവുന്ന പ്രിൻസ് ഓഫ് വെയിൽസ് ഹോട്ടലാണ് 3ാമത്തെ ദിവസം രാവിലെ ഞങ്ങൾ സന്ദർശിച്ചത്. 1927 പണിത ഒരു ഹോട്ടലാണിത്. വാട്ടർടൺ നാഷണൽ പാർക്കിന്റെ പശ്ചാത്തലത്തിൽ ഈ വിൻറ്റേജ് സ്റ്റൈൽ ഹോട്ടൽ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പുറമേ ഉള്ളതുപോലെ തന്നെ വളരെ മനോഹരമാണ് ഇതിൻ്റെ അകവും. ഭൂരിഭാഗവും തടി കൊണ്ട് ഒരു റസ്റ്റിക് സ്റ്റൈലിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. വാട്ടർടൺ നാഷണൽ പാർക്കിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടുത്തെ ലോബി ഒരുക്കിയിരിക്കുന്നത്. ഇനി ഒരിക്കൽ വാട്ടർടൺ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസമെങ്കിലും ഈ ഹോട്ടലിൽ താമസിക്കണം എന്ന മനസ്സിൽ തീരുമാനിച്ച് തൽക്കാലം ഇവിടുത്തെ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് എൻ്റെ കളക്ഷനിലേക്ക് 1-2 ഫ്രിഡ്ജ് മാഗ്നറ്റ്സും വാങ്ങി ഞങ്ങളിവിടെ നിന്ന് മടങ്ങി. വാട്ടർടണിനോട് തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. ഏതാണ്ട് ഉച്ചയോടുകൂടെ തന്നെ ഞങ്ങൾ മടക്കയാത്രയും ആരംഭിച്ചു. തിരികെ വരുന്ന വഴിക്ക് ഒരു സ്ഥലവും കൂടി സന്ദർശിക്കാനുണ്ട്. ലണ്ട്ബ്രെക്ക് ഫോൾസ്. ഏതാണ്ട് 40 അടിയോളം ഉയരമുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന്. ഫിഷിങ്ങിനും ക്യാമ്പിങ്ങിനും ഒക്കെ സൗകര്യമുള്ള ഒരു മനോഹരമായ വാട്ടർഫോൾസ് ആണിത്. എന്നാൽ എഡ്മണ്ടണിലേക്കുള്ള ഒരു ലോങ് ഡ്രൈവ് മുന്നിലുള്ളതുകൊണ്ട് അല്പസമയം മാത്രം ഇവിടെ ചിലവിട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങി. വാട്ടർടണിലെ കഴിഞ്ഞ 3 ദിവസങ്ങൾ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള ഒരു നല്ല അനുഭവം തന്നെയായിരുന്നു. ട്രാവലിംഗ് ഡെസ്റ്റിനേഷൻ്റെ സവിശേഷതകളോടൊപ്പം നമ്മുടെ കുടുംബവും നല്ല സുഹൃത്തുക്കളും ഒക്കെ കൂടുമ്പോൾ യാത്രാനുഭവങ്ങൾക്ക് മധുരം ഇരട്ടിയാണ്. അതുകൊണ്ട് തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തി വലുതോ ചെറുതോ ആയ യാത്രകൾ ചെയ്യുക. കാരണം പിൽക്കാലത്തേക്കുള്ള ഓർമ്മകൾ കൂടിയാണിവ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ എ ന്യൂ അഡ്വെഞ്ചർ. Whispering pines, secrets untold, carrying tales only the